പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് അതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യരേഖകൾ എന്ന് പറയുന്നത്. ഈ ഔട്ട്ലൈൻ നമുക്ക് രണ്ട് തരത്തിൽ വരയ്ക്കാൻ പറ്റും. അതായത് ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാൻ പറ്റും, ഗ്രിഡ് ഉപയോഗിച്ചും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് മെത്തേഡും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫ്രീ ഹാൻഡായിട്ടൊരു ചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വരുന്നുണ്ട്. 1 വാനിഷിങ്, 2 പ്രൊപ്പോർഷൻ, 3 പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും ഇതനുസരിച്ച് എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കേണ്ടത് എന്നുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിലെ വാനിഷിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്കൊരു ചിത്രം നന്നായിട്ട് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് വാനിഷിംഗ് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഞാനിവിടെ വച്ചിരിക്കുന്ന ക്യാമറ നിങ്ങളായും ഈ ക്യാമറയിലൂടെ നിങ്ങൾ ഈ ഒരു സ്കെയിലിൽ നോക്കുന്നതായും കരുതുക. ഈ ഒരു സ്കെയിലിൽ 2 എഡ്ജുകളുണ്ട്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഓരോ എഡ്ജുകളുമുണ്ട്. ഇപ്പോൾ ഈ 2 എഡ്ജും നമ്മൾ കാണുന്നത് ഒരേ അകലത്തിലാണ്, അതായത് ക്യാമറയിൽ നിന്നും ഒരേ അകലത്തിലാണ് 2 എഡ്ജുകളും ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ ഒരു എഡ്ജ് ക്യാമറയുടെ അടുത്തേക്ക്, അതായത് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ മുകൾ ഭാഗം വലുതായും താഴേക്ക് പോകുന്തോറും അത് കുറച്ച് ചെറുതായി പോകുന്നതായും ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ചെറുതാകുന്നില്ല. നമ്മുടെ അടുത്തിരിക്കുന്ന പോയിൻ്റ് വലുതായും അകലെയിരിക്കുന്ന പോയിൻ്റ് ചെറുതായും തോന്നുന്നതാണ്. ഇതിനെയാണ് നമ്മൾ വാനിഷിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സ്കെയിലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേ വിഡ്ത്താണുള്ളത്, അതായത് പാരലായിട്ടാണ് ഈ ഒരു സ്കെയിൽ പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്ന പോയിൻ്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് സ്റ്റാർട്ടിങ് വലുതായും എൻഡ് ചെറുതായും ഫീലാകുന്നത്. ഇത് നമുക്ക് മറ്റൊരു രീതിയിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മുന്നിൽ നിന്ന് നോക്കുകയാണെന്ന് കരുതുക. ഇതുപോലെ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ട്രാക്ക് അവസാനം ഒരു പോയിന്റിൽ എൻഡാകുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് ഒരിക്കലും എൻഡാകുന്നില്ല. എല്ലായിടത്തും ഒരേ വിഡ്ത്ത് തന്നെയാണ് ഉള്ളത്. അതേസമയം നമ്മൾ ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കാണുന്നത്, അതായത് പാരലായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നോക്കുന്ന പോയിൻ്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് ഇതിലെ മാറ്റങ്ങൾ വരുന്നത്. അതിനെയാണ് നമ്മൾ വാനിഷിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു വാനിഷിംഗ് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു വാനിഷിംഗ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതും വരച്ച് ഫലിപ്പിക്കേണ്ടതും ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റിലാണ്. അതായത് കെട്ടിടങ്ങൾ, വഴികൾ, മതിൽ, അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിലാണ് ഈ ഒരു വാനിഷിംഗ് കൂടുതലുമായും പ്രകടമാകുന്നത്. എന്നാൽ മറ്റ് ഒബ്ജക്റ്റുകളിലും ഇത് വരുന്നുണ്ട്. അതിനനുസരിച്ച് വാനിഷിംഗ് വരുന്ന ഒരു വഴി അല്ലെങ്കിൽ ഒരു റോഡ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നമ്മുടെ പേജിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആ സെൻറ്ററിൽ നിന്നും താഴ്ഭാഗത്തേക്ക് അല്പം വിഡ്ത്ത് കൂടുതൽ വരുന്ന രീതിക്ക് 2 ലൈൻസ് വരച്ചു. അതുപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ അകലത്തിൽ, അതായത് ബോട്ടം ഭാഗത്ത് ഒരേ അകലം വരുന്ന രീതിക്ക് മറ്റ് 2 ലൈനും വരയ്ക്കുന്നു. ഈ വരച്ച 2 ലൈൻസ്, ലാസ്റ്റ് വരച്ച 2 ലൈൻസ് നമ്മുടെ റോഡിൻ്റെ എഡ്ജുകളാണ്, സൈഡ് എഡ്ജുകളാണ്. സെൻറ്ററിൽ വരച്ചിരിക്കുന്ന 2 വരകൾ നമ്മുടെ റോഡിൻ്റെ ഡിവൈഡറാണ്, സെൻറ്ററിൽ വരുന്ന ലൈനാണ്. ഈ ലൈനിൻ്റെ ലെങ്ത് ദൂരെ നിന്ന്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കുറേശ്ശെ കൂടി വരുന്നതായി മാർക്ക് ചെയ്ത് പോവുക. ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ എറേസ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളിപ്പോൾ ദൂരേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറവായിരിക്കും. അടുത്തേക്ക് വരുമ്പോൾ കുറേശ്ശെ അതിൻ്റെ ഗ്യാപ്പ് കൂടിയും വരും. നമ്മളൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ആ ഗ്യാപ്പുകളൊക്കെ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്ത് പോയാൽ അത്രത്തോളം റിയലായിട്ടുള്ള ചിത്രമായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ലെങ്ത് കൂടുതൽ വരുന്ന ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് മെഷർമെൻറ്റ് നോക്കി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഗ്യാപ്സ് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു വാനിഷിംഗുള്ള ചിത്രം എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്നാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിത്രം വരയ്ക്കുമ്പോൾ, അതായത് ഫേസൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് സീരീസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ്, പ്രൊപ്പോർഷൻ അതൊക്കെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊരു ചിത്രം വരയ്ക്കാനായി സാധിക്കും. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കുന്നതാണ്.
നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ് ദേ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഞാനിതിപ്പോൾ അല്പം ഡാർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷെയ്ഡിങ്ങും വാനിഷിങ്ങുമായി കണക്റ്റഡാണ്. അതായത് നമ്മുടെ ആ ഒരു ഷെയ്ഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈഡ് ഡാർക്കും ഒരു സൈഡ് ലൈറ്റും കൊടുക്കുന്നത് വഴി ഷെയ്ഡിങ്ങും വാനിഷിങ്ങും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് മുന്നോട്ട് ക്ലിയർ ആയിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ ആ വഴിയുടെ ഒരു വ്യൂ ക്ലിയർ ആയിട്ട് ക്യാമറയുടെ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ഡ്രോയിങ്സിനെ വാനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. വാനിഷിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ വരയ്ക്കേണ്ടത്, അതിന് പുറമെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വരയ്ക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ചിത്രകലയിൽ നന്നായിട്ട് മുന്നേറാൻ പറ്റുകയുള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.